അസ്സലാമലൈക്കും. വലൈക്കും സലാം. ദത്തമാനോ പതിവില്ലാതെ ഈ ബൈക്കൊക്കെ ഞങ്ങള് പാലിയേറ്റീവിന്റെ കവറും കൊണ്ട് ഇറങ്ങിയതാ കുഞ്ഞാക്ക. ജനുവരി 15 ഇത് എല്ലാ കൊല്ലം പതിവില്ലായിരുന്നല്ലേ. എല്ലാ കൊല്ലം ഇപ്പൊ ഒരു പടക്കം ആളുണ്ടാലുണ്ടല്ലോ. ഇക്കുറിപ്പ് എന്തേ നിങ്ങള് മാത്രമേ ഉള്ളൂ? എല്ലാവർക്കും തിരക്കല്ല ഞാക്ക. ആർക്കപ്പോ ഒഴിവുള്ളത്? അപ്പൊ ഞങ്ങളുള്ള ആൾക്കാര് ഒഴിവുള്ള നോക്കിയിട്ട് ഇറങ്ങിയതാണ്. എന്നാ ഞാനും പോരാക്കളെ നിങ്ങളിപ്പോ. പൊന്നാര കുഞ്ഞാക്ക, മണ്ടി പാഞ്ഞ് നടക്കാൻ പോയിക്കട ഞങ്ങൾ തന്നെ 10 പേരെ കഴിയുമ്പോത്തിന് കുഴങ്ങും. പിന്നെ നിങ്ങളെ കാര്യം പറയാണ്ടോ. നിങ്ങൾ എങ്ങട്ടാച്ചാ വാങ്ങി പോയിക്കോളി. ഇത് ഞങ്ങൾ കൊടുത്തോളാം. ഇഞ്ച ബലച്ചിലും വയ്യാകിയും കഴിഞ്ഞിട്ട് ഒന്നിനും കൂടൂല മാനുവോ. മാനുവോ ഇതൊന്നും വന്ന നമ്മളെ പാലിയേറ്റീവിന്റെ ആയിക്കോട്ടെ. നമ്മളെ കാലം കഴിഞ്ഞാലേ ഇനി ആരൊക്കെ ഇതിനകത്ത് കിട്ടാം. അതൊക്കെ അപ്പൊ അതിനൊരു വജ്ജുണ്ടാവും. മാനുവോ ആകെ ക്ഷീണിച്ചോ ഞാക്കാ. എനിക്ക് പെരകാരി അറിയില്ല, അതിന്റെ ക്ഷീണം ഉണ്ടാവും. ഞാൻ അപ്പൊ തന്നെ പറഞ്ഞില്ല പോരണ്ടാന്ന് കുഞ്ഞാക്ക. അത് ശരിയായിക്കോളും. 12-ാമത്തെ വയസ്സില് സൈക്കിൾ കൊണ്ടൊക്കെ വീണതാ ഞാന്. മുട്ടുംകാലുമ്പോ ചെറിയൊരു മുറിയുള്ളായിരുന്നു. ധർമാസ്പത്രി പോയി എന്നല്ലാതെ കെട്ടും പൂട്ടും ഒന്നും ഉണ്ടായില്ല. ഈച്ചകളും പൊറുക്കുകളും ഒക്കെ പാടെ മുറിയാണ് വലിയതാക്കി. 14-ാമത്തെ വയസ്സില് കാല് മുറിച്ചേണ്ടി വന്നു. ഓരോന്നും നഷ്ടപ്പെടുമ്പോഴാണല്ലോ നഷ്ടപ്പെടുന്നതിന്റെ വില നമ്മൾ മനസ്സിലാക്കുക. അന്ന് ഈ പാലിയേറ്റീവ് ഉണ്ടായിനെങ്കിൽ ഞങ്ങളൊപ്പം 2 കാലം നീ നടന്നീരല്ല മാനുവോ. എന്താ ചെയ്യ കുഞ്ഞാക്ക, അന്ന് ഈ സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ. അതന്നെ ഞാൻ പറഞ്ഞത്. ഇപ്പൊ കുറച്ചൊരു ആശ്വാസമുണ്ട്. എന്നാ പോക നമ്മൾ. പാലിയേറ്റീവ് എന്ന് പറയുന്ന സംവിധാനത്തിന്റെ മൂല്യം ഇന്നും പലർക്കും അറിയില്ല. രോഗി എവിടെയാണോ ഓലെ പെരിയിൽ ചെന്ന് വേണ്ട ശുശ്രൂഷയും കാര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുത്ത ഈ നല്ല പ്രവർത്തനത്തിന് സഹായം ഇല്ല നിലക്ക് 10-500 കൊടുക്കാം. പക്ഷേങ്കില് അത് നിലനിർത്തണമെങ്കിൽ നമ്മളൊക്കെ കുറച്ച് സമയം കൂടി മനസ്സറിഞ്ഞ് അതിനും വേണ്ടി സമർപ്പിക്കണം.